ഹലോ മോട്ടോ, എന്തെല്ലാമാണ് വിശേഷങ്ങൾ? അപ്പം ഇന്ന് ഞാൻ എന്ത് കാര്യം സംസാരിക്കാനാണ് നിങ്ങളുടെ അടുത്ത് വന്നത് എന്നറിയാമോ? ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് വർഷങ്ങളായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ കാണുമ്പോൾ തന്നെ അതിൽ ഒരുപാട് ചാനലുകൾ എനിക്കിഷ്ടമില്ലാത്ത ഒരുപാട് ചാനലുകളുണ്ട്. ഈ ഇഷ്ടമില്ലാത്ത ചാനലുകൾ കാണാൻ തന്നെ ഞാൻ നിൽക്കാറില്ല. ഇതിന് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. അതായത് ചില ഭാഷകൾ, ഇപ്പം മലപ്പുറം, പിന്നെ കോഴിക്കോട്, അവിടത്തെയൊക്കെ ഭാഷകൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലത്തൊക്കെ ഉള്ള ആളുകൾ നടത്തുന്ന യൂട്യൂബ് ചാനലുകൾ ഞാൻ ചിലപ്പം കാണില്ല. കാരണം എനിക്കിവർ സംസാരിക്കുന്നത് മനസ്സിലാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? അത് സ്കിപ്പ് അടിച്ചു പോകും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ അവിടെ കുത്തിയിരുന്ന് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഇനി കുറേ ചാനലുകൾ അവർ പറയുന്നത് ഫേക്കാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ സംസാര ശൈലി എനിക്കിഷ്ടമില്ല. ആ ഒരു കാരണമൊക്കെ കൊണ്ട് ചിലപ്പോൾ ഞാൻ ആ ചാനലുകൾ സ്കിപ്പ് അടിച്ചു പോകും. അവിടെ ചെന്നിട്ട് ഞാൻ വെറുതെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങളെന്തിനും യൂട്യൂബ് ചാനലും എടുത്തും കൊണ്ടുവന്ന് എന്നൊന്നും ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. കാരണം ഞാൻ കാണൂല. ഞാൻ കാണാത്തൊരു കാര്യത്തിന് എനിക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ചില ചാനലുകളുണ്ട്. അതായത് ഈ മക്കളെയും കൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകൾ, അതേ കണക്ക് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയ സ്ത്രീകൾ. ഇത് ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഡ്രാമയാണ് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അന്ന് ഞാനിങ്ങനെ ഇരുന്ന് നോക്കും. അതായത് ഈ ഒരു കാലത്ത് ഞാൻ ഭയങ്കര സീരിയൽ അഡിക്റ്റായിരുന്നു. ഈ സീരിയൽ അഡിക്റ്റ് എന്ന് മാത്രമല്ല, അമ്മായിയമ്മ ആ മരുമോളെ എടുത്തിട്ട് പാടുപെടുത്തുമ്പോഴത്തേക്കും മോപ്പുണ്ടെങ്കിലും തറയിൽ കമിഴ്ന്ന് കിടന്ന് തൂക്കാനും തുടയ്ക്കാനും പറയൂടെ. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ ആകാശദൂത് സിനിമ കണ്ടതുപോലെയാണ്. ഞാൻ ഇരുന്ന് മൂക്ക് വിഴിയും. എന്നിട്ട് അമ്മായിയമ്മേരെ തലയിലൊരു ഇടുത്തി പോലും വീഴുന്നില്ലല്ലോ എന്നും പറഞ്ഞും കൊണ്ട് ആ സീരിയലിൽ ഇങ്ങനെ ഇരുന്ന് കാണും. പിന്നെ എനിക്ക് മനസ്സിലായി, അയ്യോ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ സ്ത്രീ മനസ്സിനെ കൂടുതൽ അതിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിലെ സംവിധായകന്മാർ ഇടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇതൊന്നും ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അതായത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നായിക, എപ്പോഴും ജയിക്കുന്ന ഒരു വില്ലത്തി. ഇത് കണ്ട് മടുത്തിട്ട് ഞാൻ സീരിയൽ നിർത്തി. എന്നാലും ഉള്ളിൽ ഈ ഭയങ്കരമായ ഒരു എന്താണ് പറയില്ലേ, മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോൾ ഒഴുകി പോകുന്ന ഒരു ചീത്ത സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഞാൻ നേരെ കയറിയത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ കയറിയപ്പോൾ എൻ്റെ പൊന്നോ, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത കുറേ പെണ്ണുങ്ങൾ കുറേ മക്കളെയും കെട്ടിപ്പിടിച്ചും കൊണ്ട് വന്നിരുന്ന് കരയുകയും പറയുകയും ഒക്കെ ചെയ്യണത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാലടെ കയ്യിലിരിക്കണ പൈസ മൊത്തം എടുത്ത് അവർക്കങ്ങ് അയച്ചു കൊടുക്കും. എന്നിട്ട് കരയും. ഈ മാതിരി ഉടായിപ്പാണ് എന്നുള്ളത് പോലും നമുക്കറിയാൻ പാടില്ല. നമ്മളങ്ങ് അയച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ പൊന്നോ, അങ്ങനെ അയച്ചു കൊടുത്ത് വളർത്തിയ 2-3 ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനത്തെ 2-3 ഉടായിപ്പ് സാധനങ്ങളുടെ യഥാർത്ഥ മുഖം മനസ്സിലാകുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുകയും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയും പടാന്ന് പറഞ്ഞും കൊണ്ട് എനിക്ക് ഡോളർ കയറുകയും ചെയ്തു. അപ്പോഴും ഈ വലിയ ചാനലുണ്ടല്ലോ, അതായത് ദുരന്ത നായികമാരുടെ വലിയ ചാനലുകളിൽ 5000 10,000 മാത്രമേ കയറണുള്ളൂ. സ്വാഭാവികം. നമുക്കതിൻ്റെ അതായത് ഈ സീരിയൽ ട്രിക്ക് പോലെ, സീരിയലിലെ ട്രിക്ക് എന്താണ്, ജനങ്ങളെ അതിലേക്ക് വലിച്ചടുപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണീർ നാടകങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് അവരിടുന്നു. അതേ സെയിം കാര്യം തന്നെയാണ് യൂട്യൂബിൽ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, ഒരു അല്ലുടായിപ്പ് ഉമ്മേനെ കുറിച്ച് ഞാനൊരു 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ തന്നെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ഈ പറയും പോലത്തെ ഭയങ്കര വിശ്വാസിയായ സ്ത്രീയൊന്നും അല്ല,
പിന്നെ ഇവരുടെ വാട്സപ്പ് നിങ്ങളൊന്ന് കാണണം, വാട്സപ്പിലെ സ്റ്റാറ്റസുകൾ നിങ്ങളൊന്ന് കാണണം. എൻ്റെ പൊന്നിത്ത യൂട്യൂബിൽ വന്ന് ഭയങ്കര പർദ്ദയും ഇട്ട് മൂടിക്കെട്ടി അയ്യോ പാവം പൊത്തോന്നും പറഞ്ഞും കൊണ്ട് ജീവിക്കുന്ന ഈ സ്ത്രീ എന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. തീർന്ന അതും തീർന്നില്ല. ഇത് മാത്രമല്ല, ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇവരിപ്പോൾ പറയുന്നില്ലേ 3 മക്കൾ 3 ഭർത്താക്കന്മാരുടേതാണ് എന്ന് പറയുന്ന ഇവരാണ് 3 ഭർത്താക്കന്മാരെ അടിച്ച് തെറ്റിക്കളഞ്ഞത്. ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സത്യമാണ്. എന്നിട്ടും വന്ന് യൂട്യൂബിലിരുന്ന് ഇമാതിരി കഥ പറയുമ്പോൾ എൻ്റെ പൊന്നിത്ത നമുക്ക് പ്രതികരിക്കാൻ വരെ പേടിയാവുന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ഇവരുടെ കളവുകളെക്കുറിച്ച് ഞാൻ സംസാരിച്ച് തുടങ്ങിയത് തന്നെ. ഈ സംസാരിച്ച് തുടങ്ങിയതിൻ്റെ പേരിൽ ലേറ്റസ്റ്റായിട്ട് ഞാനിപ്പോൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ മതം, എൻ്റെ ജാതി, പിന്നെന്താണ് എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ആരോപിക്കുന്ന ആളുകളോടും എനിക്ക് പുച്ഛമാണ്. ഈ ആരോപിക്കുന്ന കുറേ കമൻ്റ് ഇടുന്ന കുറേ മുസ്ലിങ്ങളായിട്ടുള്ള പെണ്ണുങ്ങളുമുണ്ട്. സത്യത്തിൽ ഇവരുടെ വിശ്വാസം, ഇവരും അവരെ പോലെ തന്നെയുള്ള സ്ത്രീകളായിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഒരു വിശ്വാസം ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടം കൊണ്ട് പഠിച്ചെടുത്ത ഒരു കാര്യമാണ്. അതിനെയും ഇപ്പോൾ വളച്ചൊടിക്കുന്നുണ്ട്. അതായത് ആലിമിന് പഠിച്ച ഒരു സ്ത്രീ രായമ്മ എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ സ്ത്രീയോട് വെല്ലുവിളിക്കുകയാണ്, നിനക്ക് അറബി അറിയാമോടി? എടി രായമ്മേ, നിനക്ക് അറബി അറിയാമോടി എന്ന് ചോദിക്കുകയാണ്. കുറേ മാസങ്ങളായി ഇത് എന്നെ ആവർത്തിച്ച് വന്ന ഒരു സമയത്ത് എനിക്കറിയാം, അറബി എനിക്കറിയാം എന്ന് ഞാൻ പറയുകയുണ്ടായി. പറയുക മാത്രമല്ല, അറബി വായിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഈ ആലിം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഖുർആൻ ഓതിക്കൊണ്ട്, ഖുർആൻ അറിയാമോടി? ഖുർആൻ അറിയാം. എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു പോയി. ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഉസ്താദുമാർ വർഷങ്ങളായി തപസ്യ ചെയ്ത് നേടിയെടുത്തത് ഇവൾ 1 മാസം കൊണ്ട് നേടിയെന്ന് പറഞ്ഞേ. അയ്യോ 1 മാസം കൊണ്ട് ഇവൾ നേടിയെന്ന് പറഞ്ഞേ, ഇവൾ മുസ്ലിങ്ങളെ കരിവാരി തേക്കയാണേ എന്നും പറഞ്ഞും കൊണ്ട് ഒരു കൂട്ടം മുസ്ലിങ്ങളായ സ്ത്രീകൾ, ഇവർ ചെവിയുടെ ഏത് ഭാഗത്തു നിന്നാണ് കേൾക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്ന് മുസ്ലിങ്ങളെ, മുസ്ലിം വിശ്വാസികളെ, ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അമുസ്ലിമായ ഒരു സ്ത്രീയോട്, രായമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയോട്. ആ സ്ത്രീയാണ് ഖുർആൻ ഓതിയത്. സത്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഒരു കണിക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എവിടെയെങ്കിലും, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സന്തോഷിക്കുകയേ ചെയ്യൂ. കാരണം ആ മുസ്ലിമായ ഒരു സ്ത്രീ ഖുർആൻ ഓതാൻ പഠിച്ചു, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം കാണിച്ചു എങ്കിൽ അത് കണ്ടാൽ സന്തോഷിക്കുകയല്ലേ ചെയ്യുള്ളൂ. നിങ്ങൾ ശരിക്കും ഭയങ്കര ദുഃഖിതരായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴോ പറഞ്ഞത്രേ ഖുർആൻ മൊത്തം ഞാൻ മനപ്പാടാക്കിയെന്ന്. എന്നെ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞത്. എന്നെ ആലിമാണ്, മതത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു ആളാണ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, നിസ്കാരവും ഇല്ല, നോമ്പും ഇല്ല, ഒരു കുന്തോ ഇല്ലാത്ത ഒരു സ്ത്രീ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം മൂടിക്കെട്ടി രംഗത്തോട്ട് വരുന്ന ഒരു പച്ചക്കളവ് പറയുന്ന ഒരു സ്ത്രീ എന്നെ രായമ്മേ, അടി രായമ്മേ, നീ പറയുന്ന പോലെ അല്ല അറബി അക്ഷരങ്ങൾ, ഖുർആൻ ഓതാൻ നിനക്കറിയാമോടി എന്ന് ചോദിച്ചതിനുള്ള മറുപടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരിടത്ത് ഞാൻ തപസ്യ ചെയ്ത ഉസ്താക്കന്മാരെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, പറയൂല. എൻ്റെ മതത്തിനെയോ എൻ്റെ ജാതിയെയോ എൻ്റെ വിശ്വാസങ്ങളെയോ ഒരു തെണ്ടികൾക്കും ചവിട്ടി മതിക്കാൻ ഞാൻ ഇട്ട് കൊടുക്കില്ല എന്നുള്ളത് അത് എൻ്റെ തീരുമാനമാണ്. മനസ്സിലായ? നിങ്ങളിനി എങ്ങനെയൊക്കെ വലിച്ചിട്ടാലും എൻ്റെ വിശ്വാസം അത് എൻ്റെ ഹൃദയത്തിലാണുള്ളത്.
അത് എനിക്ക് എൻ്റെ മരണശേഷമുള്ള എൻ്റെ സമ്പാദ്യങ്ങളിൽപ്പെട്ടതാണ്. അത് ജീവനോടുകൂടി ഞാനിരിക്കുന്ന സമയത്ത് എൻ്റെ വിശ്വാസം വലിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ അടിക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യൻ ഇകഴ്ത്താൻ ശ്രമിക്കുന്നിടത്ത് പടച്ച തമ്പുരാൻ വലിയവനാക്കും. ആ മനുഷ്യനെ പടച്ചവൻ വലിയവനാക്കി മാറ്റും. അപ്പം ഈ മനസ്സിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പടച്ചവൻ വിചാരിക്കണം, ഇൽമ് ഇടണം, അവൻ്റെ ഉള്ളിൽ അവൻ്റെ ദീൻ ഇടണം എന്നുള്ളത് റബ്ബ് തീരുമാനിച്ചാൽ മാത്രമേ അവന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടോ ഞാൻ മതം മാറി, അയ്യോ ഞാൻ മതം മാറി എന്ന് പറഞ്ഞും കൊണ്ട് ഞാനിനി എന്ത് പ്രഹസനം ചെയ്തിട്ടും റബ്ബിൻ്റെ മുന്നിൽ ഞാൻ സ്വീകാര്യനാകണം എങ്കിൽ ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാകും. ഇനി ഒരുപാട് മുസ്ലിങ്ങളായ ജനങ്ങൾ തന്നെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, ഞാനത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് അക്ഷരങ്ങളിൽ വിരൽ വെച്ചാൽ പോലും കൂലി ഉണ്ട്. ഖുർആൻ ഓതാൻ അറിയാത്ത ഒരു വ്യക്തി അക്ഷരങ്ങളിൽ വിരൽ വെച്ചാൽ പോലും കൂലിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഖുർആൻ ഓതാൻ പഠിക്കേണ്ടതില്ല, ഞാനിങ്ങനെ അക്ഷരങ്ങളിൽ വിരൽ വെച്ച് കൂലി വാങ്ങാമെന്നാണോ? അല്ല. ഇന്ന് പണ്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ മാറ്റി ഇന്ന് ഒരുപാട് നമുക്കൊരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ നമുക്കതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്ത് വേണം? റബ്ബ് അവൻ്റെ മനസ്സിൽ അവൻ്റെ ദീനിട്ട് കൊടുക്കണം, എന്നാലേ അവനെ കൊണ്ട് അത് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു അമുസ്ലിമായ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തു എങ്കിൽ എന്തെങ്കിലും ഒന്ന് അവരുടെ മനസ്സിലുണ്ടാവണ്ടേ, എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവണ്ടേ. ഈ ഞങ്ങളുടെ നാട്ടിൽ ഈ റമളാനിൻ്റെയൊക്കെ ഒരു കാലം വരുമ്പോഴത്തേക്കും ആ മുസ്ലിമായ ആളുകൾ തന്നെ ഇങ്ങനെ വന്നിട്ട് പറയും, ഞങ്ങൾ മതം മാറിയതാണ്, ഞങ്ങൾ പിന്നെ വേറെ മതത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയും. അതായത് വേറെ മതത്തിൽ നിന്ന് വരുന്നവർക്ക് എന്തോ സക്കാത്ത് സദക്കയൊക്കെ കൊടുക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ എന്ന് അവർ വിശ്വസിച്ചിട്ടായിരിക്കാം അവർ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പിന്നെ അങ്ങനെ വരുന്ന ആളുകളുടെ അടുത്ത് ഇതുപോലെ സംശയം തോന്നുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, നീ ഒന്ന് ഫാത്തിഹ ഓത് എന്ന് പറയുമ്പോൾ അത് മാത്രം പഠിച്ചത് കൊണ്ട് മുസ്ലിം ആവുമോ? അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമായി എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർ ഇസ്ലാമായോ? അല്ലെങ്കിൽ 2 സൂറത്ത് 2 ആയത്ത് മാത്രം പഠിച്ചത് കൊണ്ട് അവർ മുസ്ലിമായോ? ഇല്ല, ആവൂല. അങ്ങനെ ആവൂല. ജീവിതത്തിൽ മരണം വരെ പഠിച്ചാലും തീരാത്ത ഒരു മതമാണ് ഇസ്ലാം. അപ്പം മരിക്കുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്ന കേൾക്കാം, ഞങ്ങൾ മുസ്ലിമായിട്ട് ജനിച്ചിട്ട് പോലും ഞങ്ങൾക്കത് പഠിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ മനസ്സിൽ പടച്ച തമ്പുരാൻ ഇട്ട് കൊടുക്കണം, ഒരു ദീനിട്ട് കൊടുക്കണം, എന്നാലേ അവർക്കത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഒരു സ്ത്രീ നിരന്തരം വന്നിരുന്ന് എൻ്റെ മക്കൾ യത്തീമാണ്, എൻ്റെ മക്കൾക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഒരു വിശ്വാസ സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽ പെട്ടപ്പോഴാണ് ഞാൻ ചില വീഡിയോകളുമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കളവ് ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയൂ. നിങ്ങൾ എൻ്റെ കുടുംബജീവിതം അന്വേഷിക്കുന്നു. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബജീവിതമാണ്. എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന എൻ്റെ കുടുംബജീവിതത്തിനെ അളക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതം നിങ്ങളെ ഏത് തരത്തിലാണ് ശല്യം ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾ പറയണ്ടേ? പിന്നെ മതപരമായിട്ടൊരു വർഗീയവാദിയായിട്ട് നിങ്ങൾക്ക് എന്നെ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വർഗീയവാദിയായിട്ട് നിങ്ങൾക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം
അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇത്രയധികം നിങ്ങൾ എന്നെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ച് എന്നെ കല്ലെറിയാനും മാത്രം ഞാൻ ചെയ്ത ഒരു തെറ്റ് എന്താണ് അള്ളാൻ്റെ ദീനിനെ വിറ്റ് തിന്നുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു എന്നുള്ളതല്ലേ? ആ ഒരൊറ്റ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, വിഷമമില്ല എനിക്ക്. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എൻ്റെ നേരെ എറിയുന്ന ഒരു കാര്യങ്ങളും എനിക്ക് ഒരു വിഷമമായിട്ടുന്നത് പോട്ട്, എൻ്റെ ഒരു രോമത്തിൽ പോലും തട്ടുന്ന ഒരു കാര്യങ്ങളേ അല്ല നിങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ എതിർഭാഗത്ത് നിൽക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ മതത്തെയും തന്നെ പരിഹാസ്യപാത്രമാക്കി മാറ്റുന്ന ഇവരെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങൾ രായമ്മയുടെ മതവും ജാതിയും കുടുംബജീവിതവും അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനെയും നിങ്ങളുടെ മതത്തിനെയും വിറ്റ് തിന്നുന്ന, പരിഹാസ്യമായി കൊണ്ട് നടക്കുന്ന അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേടേ? അല്ല, എൻ്റെ വെറുമൊരു സംശയമാണ് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എന്നെ കല്ലെറിയുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ഒരു കുറ്റബോധം തോന്നൂല്ലേടെ? എന്തായാലും എനിക്ക് യാതൊരു വിഷയവുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്തരം ആളുകളുടെ വീഡിയോസിൻ്റെ താഴെ പോയി കമൻ്റ് ഇടുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളടുത്ത് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയവും ഡേറ്റയും കളയുന്നതാണ്. കാരണം ഇവർ ഒരിക്കലും ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ചെന്ന് കമൻ്റ് ഇടുന്ന ആളുകളോ എന്നെക്കുറിച്ച് നിങ്ങളവിടെ വാദിക്കാൻ നിൽക്കരുത്. കാരണം എന്ത് വാദിച്ചിട്ടും കാര്യമില്ല. കാരണം വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ഇവറ്റകളുടെ മനസ്സിലോ പ്രവൃത്തിയിലോ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ എന്തിന് നിങ്ങൾ എനിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് ഇവറ്റകളുടെ വീഡിയോകളുടെയും കമൻറ്റുകളുടെയും താഴെ പിന്നാലെ ഇങ്ങനെ നിങ്ങൾ പോകുന്നു? അതിൻ്റെ ആവശ്യമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലടേ. ഇതിൻ്റെ കാരണമൊന്നും പറഞ്ഞ് എനിക്ക് സമയം കളയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ഇത്തരം കമൻറ്റുകളുടെ അല്ലെങ്കിൽ എന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ എന്നെ മതപരമായി ആക്ഷേപിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസിൻ്റെ താഴെ ആവട്ടെ, കമൻറ്റുകളുടെ താഴെ ആവട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് പോയിട്ട് നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. കാരണം ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവനവൻ്റെ മനസ്സിലിരിക്കുകയാണ്, മനസ്സിൽ കൊണ്ട് നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ അവിടെ ചെന്ന് നിങ്ങൾ അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ, ഇങ്ങനെ പറയുന്ന ശരിയല്ലേ എന്ന് പറഞ്ഞാലും ആ ഒരു കമൻറ്റിനൊരു വാല്യൂ പോലും ഇവരൊന്നും തരാനായിട്ട് പോകുന്നില്ല. പിന്നെ എന്തിനാണ് അവരുടെ പിന്നാലെ നിങ്ങൾ നടന്ന് സ്വയം ചെറുതാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്?